ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പച്ചക്കറി വാങ്ങിക്കാൻ പോവാണ്. പച്ചക്കറി മാത്രമല്ല, മീനുണ്ട്, ചിക്കനുണ്ട്, ഇതെല്ലാം വാങ്ങിക്കണം. പിന്നെ കാശിയെ ട്യൂഷൻ വിട്ടേക്കുവാണ്. കാശിയെ വിളിച്ചുകൊണ്ട് വരണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ പള്ളിമുക്കിലോട്ടോ ചിന്നക്കടയ്ക്കോ ഒന്നും പോകുന്നില്ല. നമ്മുടെ ഇരവരുത്തും കാവുപ്പുരയിലും ഒക്കെ പോയി സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് കരുതി ഇറങ്ങുവാന്നേ. ഏട്ടൻ പോയി വാങ്ങിക്കാമെന്നും പറഞ്ഞിരുന്നതാണ്. ഞാനാണെങ്കിൽ നിന്ന നിപ്പിലാണ് ഇറങ്ങിയത്. വീട്ടിൽ നിന്ന കോലത്തിൽ തന്നെ വെളിയിലോട്ട് ഇറങ്ങിയേക്കുവാണ്. ഞാൻ പറഞ്ഞു എന്തുമായാലും പോവല്ലേ, ഞാനും കൂടെ വരാം, അപ്പോൾ എനിക്കൊരു ചെറിയൊരു വ്ളോഗും എടുക്കാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നിന്ന നിപ്പിൽ ഇറങ്ങിയതാണ്. മുടി പോലും ഞാൻ ചീകി കെട്ടിയില്ല. വീട്ടിൽ നിന്ന ലുക്കാണ് കേട്ടോ ഇത്. അതുപോലെ ഇങ്ങനെ ഇറങ്ങി. പിന്നെ ഞാൻ ഓർത്തോ ഇനി ആര് കാണാനാന്നും പറഞ്ഞാണ് ഇങ്ങനെ ഇറങ്ങിയത്. ഏട്ടൻ ചോദിക്കുകയും ചെയ്തു മുടി കിട്ടുന്നില്ലേന്ന്. ഞാൻ പറയാം ഇങ്ങനെയൊക്കെ മതിയെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് 2 കവർ. അവിടെ വന്നപ്പോൾ ഏട്ടന് മുട്ട, നാടൻ മുട്ടയും സാധാ മുട്ടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം ഇതും കൊണ്ട് നമ്മൾ ഇനി ഒരു മീൻ വാങ്ങിക്കാൻ കയറിയാലും കാശിയെ വിളിക്കാൻ പോയാലും ഇരിക്കാൻ സ്ഥലം കാണത്തില്ല, വെക്കാൻ സ്ഥലം കാണത്തില്ല. അപ്പം നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി സാധനങ്ങളെല്ലാം വെച്ചിട്ട് തിരിച്ച് വന്ന് കാശിയേയും വിളിച്ച് ചിക്കനും മീനും വാങ്ങിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ കയറി. ഞാൻ വെച്ച് കേട്ടോ സാധനങ്ങൾ. ശ്രീമോനും ഏട്ടനും വെളിയിൽ തന്നെ നിൽക്കുവാണ്. അപ്പോൾ നമ്മൾ വേഗം സാധനം വെച്ചിട്ട് ഇങ്ങനെ പൂട്ടി ഇറങ്ങിയിട്ടുണ്ടേ. അത് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് ഇരുവരുത്ത് എത്താറായപ്പോൾ ഞാൻ മിസ്സിനെ വിളിച്ച് ചോദിച്ചു ട്യൂഷൻ കഴിഞ്ഞ് ഇരിക്കുവാണോ, ആണെങ്കിൽ അവനെ വിളിച്ചുകൊണ്ട് പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ സാധനം വാങ്ങിച്ചിട്ട് അവനെ വിളിക്കാൻ പോയാൽ മതിയല്ലോ എന്നും കരുതി. അപ്പോൾ പറഞ്ഞു എല്ലാം കഴിഞ്ഞിരിക്കുവാണ്, ചെന്ന് വിളിച്ചോളാൻ പറഞ്ഞേ. അങ്ങനെ അപ്പോൾ മിസ്സില്ലായിരുന്നു, മിസ്സിൻ്റെ ചേച്ചിയായിരുന്നു ഇന്ന് പഠിപ്പിച്ചത് അവനെ. അങ്ങനെ നമ്മൾ അവിടെ വന്ന് ഹോണൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കഥയൊക്കെ തുറന്ന് അങ്ങനെ കൊച്ചാട്ടൻ ഇറങ്ങി വരുവാണ്. അവൻ ബുക്കൊക്കെ പറക്കി വെക്കുവാണ്. എല്ലാ ദിവസത്തെയും പ്രശ്നം ഇതാണ്, എന്തെങ്കിലുമൊക്കെ അവിടെ മറന്നിട്ട് വരും. പിന്നെ അടുത്ത ദിവസം ശനിയാഴ്ച ആയതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷൻ ഇല്ല, നാളെ ഇങ്ങോട്ട് തന്നെയാണല്ലോ വരുന്നതെന്നും പറഞ്ഞ്. അപ്പോഴത്തേക്ക് മിസ്സിന് ചേച്ചി ഇറങ്ങി വന്ന് ബൈയൊക്കെ പറഞ്ഞ് നമ്മളെ വിട്ടിട്ടുണ്ടേ. അപ്പം നമ്മുടെ ഇരവരുത്ത് പള്ളിയിൽ ക്രിസ്മസ് കഴിഞ്ഞിട്ട് ലൈറ്റൊന്നും ഊരിട്ടില്ല, എന്താണെന്നറിയാൻ വയ്യ കേട്ടോ. അവിടെ എന്തെങ്കിലും പരിപാടി കാണുമായിരിക്കും. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ ചിക്കൻ വാങ്ങിക്കാനായിട്ട് വന്നു. 186 രൂപയായിരുന്നു കേട്ടോ ചിക്കൻ്റെ വില. ചിക്കൻ നല്ലതായിട്ട് റേറ്റ് കൂടിയിരിക്കുകയാണ്. അപ്പോൾ സാധനം വരുന്നില്ല, അതുകൊണ്ടാണ് റേറ്റ് കൂടിയേക്കുന്നതെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ റേറ്റാണ്. നമ്മുടെ ചന്തയുടെ അവിടെ നോക്കിയപ്പോൾ 185 ഇവിടെ വന്ന് നോക്കിയപ്പോൾ 186 ഞങ്ങൾ ആ വഴി പോയപ്പോൾ ജസ്റ്റ് നോക്കിയതായിരുന്നു. പിന്നെ ഈ വഴി വേണം നമുക്ക് മീൻ വാങ്ങിക്കാൻ പോകാൻ, അതുകൊണ്ട് ഇവിടെ അങ്ങ് കയറിയെന്നേ ഉള്ളൂ. അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മളിനി മീൻ വാങ്ങിക്കാൻ പോകണം. അവിടെ ചെന്നപ്പോഴും മീൻ കുറവാണ്. അവരും പറയുന്നു 3 അയില 100 രൂപയ്ക്കായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. നമ്മൾ ചെന്നപ്പോൾ എന്തുമായാലും 4 അയില കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയിലയും വാങ്ങിച്ച് ചിക്കനും വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് പോന്നിട്ടുണ്ടേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.